നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിലും പഴയ യൂട്യൂബർ ആണെങ്കിലും ഗ്രോ ചെയ്യാത്ത യൂട്യൂബർ ആണെങ്കിലും ഗ്രോ ചെയ്ത യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിലും ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഈ വീഡിയോയിൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പുതിയൊരു മാറ്റത്തെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണെന്ന് കരുതുന്ന നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഡിലീറ്റ് ആക്കപ്പെട്ടു പോയേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോകളിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കുകൾ വന്നേക്കാം. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ ഇഷ്ടംപോലെ കമൻറ്റ് വരുന്നുണ്ട്, 2000, 3000 ഒക്കെ കമൻറ്റ് വരുന്നുണ്ട്. പക്ഷേ ലൈക്കിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഈ കമൻറ്റ് ചെയ്യുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലൈക്ക് ആയിരക്കണക്കിന് ലൈക്ക് വരേണ്ടതാണ്. പക്ഷേ നിങ്ങൾ വെറുതെ വന്ന് സപ്പോർട്ടിന് വേണ്ടി കമൻറ്റ് ചെയ്തിട്ട് പോകുന്നല്ലാതെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതിനുശേഷം തുടർന്ന് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റുകളായിട്ട് അറിയിക്കാം. എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നും പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ മാത്രമല്ല, നിങ്ങളുടെ ഡൗട്ടും കമൻറ്റുകളായിട്ടിടാം. കാണുന്നതിനനുസരിച്ച് ഞാൻ എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ തരാനും ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസ് ഉണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അവിടെ 1-2 പേരായിരിക്കത്തില്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ എല്ലാ ആളുകളും വന്ന് അവരവരുടെ തനി സ്വഭാവം സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസ് ഉണ്ട്. അവരുടെ കമ്മ്യൂണിറ്റിയിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസ് ആണ് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. ഫേസ്ബുക്കിൽ വലിയ കുഴപ്പമില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒട്ടും കുഴപ്പമില്ല. പക്ഷേ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ ഉണ്ടായാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസിനെ കുറിച്ച് ഞാൻ മുമ്പും വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായി ബന്ധപ്പെട്ട ഒരു വലിയ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്കാര്യം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്നായിരിക്കും റിസർച്ച് ചെയ്ത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാനാണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യമല്ലോ. ഇപ്പോൾ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ ആ കാര്യം അത് സെപ്പറേറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കൊള്ളുക. യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന ആ ഒരു പേജിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ യൂട്യൂബിൻ്റെ പോളിസീസിൽ ചില മാറ്റങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാറ്റം എന്ന് പറയാൻ പറ്റത്തില്ല, നേരത്തെ തൊട്ടേ ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നുകൂടെ അവരെ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ദസ് പോളിസീസ് അപ്ലൈ ടു ഓൾ ടൈപ്പ് ഓഫ് കണ്ടന്റ് ഓൺ അവർ പ്ലാറ്റ്ഫോം ഇൻക്ലൂഡിംഗ് എന്ന് പറഞ്ഞതിന് ശേഷം ഫോർ എക്സാമ്പിൾ, അതായത് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് അൺലിസ്റ്റഡ് ആൻഡ് പ്രൈവറ്റ് കണ്ടന്റ്. പലരും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, എന്തെങ്കിലും വയലേഷനുള്ള ഇപ്പോൾ ഗാംബ്ലിംഗ് സൈറ്റുകൾ, ബെറ്റിംഗ് സൈറ്റുകൾ, ഇങ്ങനെയൊന്നുള്ള സംഭവങ്ങൾ യൂട്യൂബിൻ്റെ പോളിസിയിൽ പെടുന്നതല്ല, അത് ഈ പോളിസി വയലേഷനാണ്. അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്, ആ വീഡിയോ ഒന്ന് പ്രൈവറ്റ് ആക്കി വെക്കും, അല്ലെങ്കിൽ അൺലിസ്റ്റ് ചെയ്ത് വെക്കും. ഇവരുടെ വിചാരം യൂട്യൂബ് ഇത് ഒരിക്കലും കണ്ടുപിടിക്കത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നാണ്. പക്ഷെങ്കിൽ ഇവിടെ യൂട്യൂബിൻ്റെ പോളിസിയിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അൺലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വയലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, പ്രൈവറ്റ് വീഡിയോസിൽ നിന്നൊക്കെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരാം. അത് നിങ്ങൾ ഒന്നിലധികം വീഡിയോകൾ അങ്ങനെ അൺലിസ്റ്റ് ചെയ്തോ പ്രൈവറ്റ് ചെയ്തോ വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ആ വീഡിയോകളെല്ലാം കൂടെ ഒറ്റയടിക്ക് സ്ട്രൈക്ക് വന്ന് ചാനൽ ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചാനലിൽ പ്രൈവറ്റും അതേപോലെ അൺലിസ്റ്റഡുമായിട്ടുള്ള വീഡിയോകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പോളിസി വയലേഷൻ കാരണമാണോ നിങ്ങളത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോകൾ ഒരു മടി കൂടാതെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊള്ളുക. അല്ല എന്നുണ്ടെങ്കിൽ ഏത് സമയത്തും ഈ ഒരു പ്രശ്നം ഉണ്ടാകാം. പേഴ്സണലി എൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു പ്രശ്നം, എൻ്റെ ഒരു ചാനലിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ 1 മാസം മുമ്പ്. അപ്പോൾ അതിന് ശേഷം എൻ്റെ ചാനലിൽ വലിയ പ്രശ്നങ്ങൾ ഞാൻ കുറേ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ പറയാം എന്തായിരുന്നു സംഭവം എന്നുള്ള കാര്യം. പക്ഷേ ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിസ്ക്കും എടുക്കാൻ പോകരുത്. എന്തെങ്കിലും പോളിസി വയലേഷനുള്ള കണ്ടന്റ് നിങ്ങൾ ഹൈഡ് ചെയ്ത് ആരും കാണത്തില്ല, യൂട്യൂബ് കാണത്തില്ല എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ ഒഴിവാക്കിയേക്കുക. ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുക. ഓക്കെ, അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്നത് കമൻറ്റ്സ്, അതേപോലെ ലിങ്ക്സ്. കമൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഐഡി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മറ്റൊരാളുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ ഇടുന്നു. അതിൽ ചീത്തവിളി ഉണ്ടാകാം, മറ്റെന്തെങ്കിലും കുൽസിത പ്രവൃത്തികളുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് അത് മനസ്സിലാക്കുകയും നമ്മളുടെ ഐഡിയിലേക്ക്, നമ്മുടെ ചാനൽ, നമുക്ക് ചാനലുള്ള ഐഡി ആണെങ്കിൽ ആ ചാനലിന് സ്ട്രൈക്ക് തരികയും ചെയ്യും. അങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അപ്പോൾ കമൻറ്റുകൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഐഡി ഉപയോഗിച്ചിടുമ്പോൾ വളരെ ശ്രദ്ധിച്ചോടുക. അതിനോടൊപ്പം തന്നെ ലിങ്കുകൾ, നിങ്ങളുടെ വീഡിയോകളുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കൊടുക്കുന്ന ലിങ്കുകൾ ഈ പറയുന്ന ബെറ്റിംഗ്, ഗാംബ്ലിംഗ് പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ടെറർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആയുധങ്ങൾ ഡീൽ ചെയ്യുന്ന, മയക്കുമരുന്ന് ഡീൽ ചെയ്യുന്ന, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന ലിങ്കുകളോ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും വലിയ പണിയാണ്. ഇപ്പം നമുക്ക് ഒരാൾ പറയുകയാണ് ഈ ലിങ്ക്, ഒരു വീഡിയോ നമ്മൾ പ്രൊമോഷൻ ചെയ്ത് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാൻ കുറേ ലിങ്ക് വരുന്നു. ആ ലിങ്കുകളെല്ലാം ഓപ്പൺ ആക്കി നോക്കണം അതിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ലിങ്കുകളാണോ എന്ന്. അതിനുശേഷം മാത്രമേ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാവൂ. പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്ന് ഡയറക്റ്റ്
ഡയറക്റ്റ് സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊരു അപ്ഡേറ്റ് ഈ കഴിഞ്ഞ മാസം വന്നതാണ്. അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിരുന്നു. അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്ന ഏത് കണ്ടന്റ് ആയാലും, ഒരു ഫോട്ടോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ലിങ്ക് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാണ്. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് ഞാൻ നിങ്ങളുടെ ആരുടെയും ഒരു വീഡിയോ എടുത്തിട്ട് നാളെ നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രൈക്ക് കിട്ടിയാൽ എനിക്കും അതിന് പണി കിട്ടും. എൻ്റെ ചാനലിലും ആ സ്ട്രൈക്ക് വരും. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്ന ഫോട്ടോയും വീഡിയോയും ലിങ്കുകളും എല്ലാം തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോട് വേണം ഡീൽ ചെയ്യാനായിട്ട്. പിന്നെ ലാസ്റ്റിൽ തമ്പനെയിൽസിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. യൂട്യൂബിൻ്റെ പോളിസീസ് എന്തെങ്കിലും വയലേറ്റ് ചെയ്യുന്ന, ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ വയലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം തമ്പനെയിൽസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി വ്യൂവും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ളവരൊന്നും ഈ കാര്യം ശ്രദ്ധിക്കത്തില്ല. അവരാണ് ഇതുപോലെ ഉടായ്പ പരിപാടികളൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവർ ഈ ഒരു കാര്യം അറിയാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടും. അപ്പം അവരറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരിലേക്കൂടെ എത്തിക്കുക. അവരുടെ വീഡിയോകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല പണി വരുന്നത് ഏത് വഴിക്കാണ്, കിട്ടുന്നത് ഏത് വഴിക്കാണ്. കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നിട്ട് അയ്യോ എനിക്ക് പണി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ റീച്ചൊക്കെ കുറയും. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരുമ്പോൾ നമ്മുടെ ചാനൽ ഇവർ ടേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് പക്ഷെങ്കിൽ എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല ടേക്ക് ഡൗൺ ചെയ്യുമെന്നുള്ള കാര്യം. പക്ഷെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നവരോട് ചോദിച്ചാൽ അറിയാം, പിന്നീട് ഇടുന്ന വീഡിയോകളിൽ വ്യൂ വളരെ കുറവായിരിക്കും. പിന്നെ ആ ഒരു സ്ട്രൈക്ക് വന്നതിൻ്റെ എഫക്റ്റ് മാറിക്കഴിയുമ്പോഴായിരിക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ വ്യൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ആ കാര്യം കമൻറ്റുകളിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുമെന്ന് വരുന്നു. ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഇത് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതോടെ ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.